بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ വളരെ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് ദീർഘം നൽകുക, ദീർഘം നൽകാൻ പറ്റാത്തിടത്ത് ദീർഘം നൽകാതിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അൽ മദ്, സാങ്കേതികമായി അതിന് നൽകുന്ന പേരാണ് മദ്. മദ് ചെയ്യുക. മദ്ദ യമുദ്ദു മദ്ദൻ. ഇതിൻ്റെ ഭാഷാർത്ഥം അസ്സിയാദതു വത്തത്വീൽ. അൽ മദ്ദു ലുഗതൻ, ഭാഷയിൽ മദ് എന്ന് പറഞ്ഞാൽ അസ്സിയാദ വർദ്ധനവ്, വത്തത്വീൽ നീട്ടുക, നീളമുള്ളതാക്കുക, തൂൽ. അപ്പോൾ മദ് എന്ന് പറഞ്ഞാൽ നീട്ടുക. വസ്തിലാഹൻ, സാങ്കേതികമായി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്താലത്തു സ്വൗതി ബിഹർഫി മിൻ ഹുറൂഫിൽ മദ്ദി വല്ലീൻ ഔ ഹർഫൈൽ ലീൻ. ദീർഘാക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരക്ഷരത്തെ കൊണ്ടോ ലീനിന്റെ രണ്ടക്ഷരങ്ങളിൽ ഒന്നുകൊണ്ടോ ശബ്ദത്തിന് ദൈർഘ്യം നൽകുക. ഇത്താലത്തു സൗത്ത്, ശബ്ദത്തെ നീട്ടുക, ദീർഘമുള്ളതാക്കുക. ബിഹർഫി മിൻ ഹുറൂഫിൽ മദ്, ദീർഘാക്ഷരങ്ങളായ അലിഫ്, വാവ്, യാ, ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നൽകിക്കൊണ്ട്. വല്ലീൻ, അല്ലെങ്കിൽ ഔല്ലീൻ ഔ ഹർഫൈൽ ലീൻ, ലീനിന്റെ രണ്ടക്ഷരങ്ങളിൽ ഒന്ന് നൽകിക്കൊണ്ടും ശബ്ദത്തിന് തന്നെ ഒരു നീളം നൽകുക, ദൈർഘ്യം നൽകുക. ഇതാണ് സാങ്കേതികമായി മദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹുറൂഫുൽ മദ്ദി വല്ലീൻ, മദ്ദിന്റെ ഹർഫുകൾ, ലീനിന്റെ ഹർഫുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഹിയ അൽ അലിഫു വൽ വാവു വൽ യാഉ സവാകിൻ, സുക്കൂൻ നൽകപ്പെട്ടതായ സുക്കൂൻ നൽകപ്പെട്ടതായ അലിഫ്, വാവ്, യാ എന്നീ അക്ഷരങ്ങളാണ്. അൽ മുജാനിസു ലഹ മാ ഖബ്ലഹ, അതിന് തൊട്ട് മുമ്പുള്ളത് അതിനോട് യോജിച്ചു വരുന്ന വിധത്തിലുള്ള സുക്കൂൻ നൽകപ്പെട്ട അക്ഷരം. ഒന്നുകൂടി പറയാം. വഹുറൂഫുൽ മദ്ദി വല്ലീൻ ഹിയ അൽ അലിഫു വൽ വാവു വൽ യാഉ സവാകിൻ അൽ മുജാനിസു ലഹാ മാ ഖബ്ലഹ. മദ്ദിന്റെ അക്ഷരങ്ങൾ, ലീനിന്റെ അക്ഷരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അലിഫും വാവും യാവും അസ്സവാക്കിൻ, സുക്കൂൻ നൽകപ്പെട്ടതായ സാക്കിനായ അലിഫും വാവും യാവുമാണ്. അൽ മുജാനിസു ലഹാ മാ ഖബ്ലഹ, അതിൻ്റെ തൊട്ട് മുമ്പിലുള്ളത് അതിന് അനുയോജ്യമായതായിട്ടുള്ള, എന്ന് വെച്ചാൽ അലിഫിന് മുമ്പിൽ ഫത്ഹ്, ഫത്ഹ് മുൻകടന്നതായ അലിഫ്, സാക്കിനായ അലിഫ്, ളമ്മ മുൻകടന്നതായ സാക്കിനായ വാവ്, കസ്റ മുൻകടന്നതായ സാക്കിനായ യാ. അതാണ് അൽ മുജാനിസു ലഹാ മാ ഖബ്ലഹ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഉദാഹരണമായി നൂഹീഹ എന്ന് പറയുക. ഈ ഒരു പദത്തിൽ
ദീർഘാക്ഷരങ്ങൾ 3 വന്നു. വാവ്, യാ, അലിഫ് എന്നീ 3 അക്ഷരങ്ങളും ഇതിൽ വന്നിരിക്കുകയാണ്. വസുമ്മിയത് ഹുറൂഫൽ മദ്, ദീർഘാക്ഷരങ്ങൾ എന്നതിന് പേര് നൽകിയത് ലിഅന്ന ലഹാ ഖാബിലിയത്തുൽ മത്ത് വത്തത്വീൽ, ആ അക്ഷരങ്ങൾ ഇങ്ങനെ എന്താ പറയുക, ദൈർഘ്യത്തെ സ്വീകരിക്കുന്നു എന്നതുകൊണ്ടാണ്. അല്ലേ? എന്നിങ്ങനെ ആ ഒരു ശബ്ദത്തെ ഉയർച്ചയും താഴ്ചയും കൊടുക്കുന്ന ആ ശൈലിയുണ്ടല്ലോ, അതിനാണ് മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. തത്വീൽ, ദൈർഘ്യം, ഇത് രണ്ടും സ്വീകരിക്കുന്ന അക്ഷരങ്ങളാണ് ഇവ എന്നതുകൊണ്ടാണ് ഹുറൂഫുൽ മദ് എന്നതിന് പേര് നൽകി. വസുമ്മിയത് ഹുറൂഫൽ ലീൻ ലിഖുറൂജിഹാ ബിംതിദാദിൻ വലീനിൻ മിൻ ഗൈരി കുൽഫ, ഒരു പ്രയാസപ്പെടലില്ലാതെ, തകല്ലുഫില്ലാതെ, വളരെ ലോലമായി അത് ദൈർഘ്യത്തോടുകൂടി മഖ്റജിൽ നിന്നും ഉത്ഭവിക്കുന്നു, ഉച്ചരിക്കപ്പെടുന്നു എന്നതുകൊണ്ടാണ് ലീന് എന്ന പേര് അതിനും നൽകിയത്. നമ്മൾ ലീനിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ സിഫാത്തിൽ വെച്ച് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അത് ഏതാണ്? അൽ വാവു വൽ യാ ഉസ്സാക്കിനത്താനി എന്നതാണ് അൽ മഫ്തൂഹു മാ ഖബലഹുമ, ഇതാണ് ലീനിൻ്റെ 2 അക്ഷരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫത്ഹ് മുൻകടന്നതായ സാക്കിനായ വാവും യാവും, ഫത്ഹ് മുൻകടന്നതായ സാക്കിനായ വാവും യാവുമാണ് ലീനിൻ്റെ അക്ഷരങ്ങളായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖൗൽ, ഇവിടെ ദീർഘം കൊടുത്തത് ദീർഘാക്ഷരത്തിനല്ല, മറിച്ച് ലീനിൻ്റെ അക്ഷരത്തിനാണ്, ലോലാക്ഷരത്തിനാണ്. യൗം, ഖുറൈശ്, വല്ലൈൽ എന്നൊക്കെ ദീർഘം കൊടുക്കുക. ഇതാണ് മദ്ദുല്ലീൻ, ലീനിൻ്റെ ദീർഘം എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് വിശദമായി വീണ്ടും മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീർഘത്തിൻ്റെ അടിസ്ഥാനമായ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര തരം ദീർഘങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്, അതിൻ്റെ ഐറ്റംസ്, ഇനങ്ങൾ, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ അടിസ്ഥാനമായി അറിയേണ്ടത് 2 ഇനങ്ങൾ ഉണ്ടെന്നതാണ്. എന്നിട്ട് അതിൽ നിന്ന് മറ്റ് ഉപവിഭാഗങ്ങളായി വേർതിരിയുന്ന ദീർഘങ്ങൾ വേറെയുണ്ട്. അടിസ്ഥാനമായി പരിശുദ്ധ ഖുർആനിൽ ദീർഘത്തിൻ്റെ അൻവാഅ്, ഇനങ്ങൾ നോക്കിയാൽ 2 വിഭാഗമാണ്. അൻവാഉൽ മദ്ദി ഫിൽ ഖുർആനിൽ കരീം അസ്ലിയുൻ, അസ്ലിയായ ദീർഘം, അതിന് തബീഇ എന്നും പേര് പറയും. ഇതൊന്നും അടിസ്ഥാനപരം, സാമാന്യ ദീർഘം എന്നൊക്കെ അതിന് അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അസ്ലി, തബീഇ. തബീഇ എന്ന് പറഞ്ഞാൽ നോർമൽ അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ടുള്ള ഒരു കൂടുതൽ ആവശ്യമാവാതെ സാധാരണ നിലക്കുള്ള അടിസ്ഥാനപരമായിട്ടുള്ളത്, അതാണ് അസ്ലിയ, തബീഇ എന്നതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്. ഇതൊരു വിഭാഗമാണ്. ഇതിൽ മുൽഹഖാത്ത് ആണ് ചേർക്കപ്പെടുന്ന തബീഇയായ അസ്ലിയായ ദീർഘങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അതിലേക്ക് ചേർക്കപ്പെടുന്ന, അതിൻ്റെ അത്ര തന്നെ ദീർഘിപ്പിക്കപ്പെടുന്ന ദീർഘങ്ങളാണ് അൽ ബദൽ, മദ്ദുൽ ബദൽ, അതുപോലെ മദ്ദുൽ ഇവദ്, മദ്ദുസ്സിലത്തി സുഗ്റ. ഇവയൊക്കെ മുൽഹഖാത്തുൽ മദ്ദിൽ അസ്ലി അവിൽ മുദൂദുൽ മുൽഹഖതി ബിൽ മദ്ദിൽ അസ്ലി അവി തബീഇ എന്ന് വേണമെങ്കിൽ പറയാം.
ഇവ പല കാരണങ്ങളാൽ ഉണ്ടായിത്തീരുന്ന ദീർഘങ്ങളാണ്. ഒരുപക്ഷെ ഫർഇയായ ദീർഘങ്ങളിൽ ഇവ വിശദീകരിക്കപ്പെടുകയും എണ്ണപ്പെടുകയും ചെയ്യുമെങ്കിലും ഇതിന് തബീഇയായ അസ്ലിയ ദീർഘത്തിൻ്റെ മാത്രം അത്ര ഖദർ മാത്രമാണ് നൽകുക എന്നതുകൊണ്ട് അസ്ലിയിലേക്ക് ചേർക്കപ്പെടുന്നവയാണ്. ഇനി രണ്ടാമത്തെ വിഭാഗം ഫർഇയാണ്, ശാഖാപരം. അസ്ലി അടിസ്ഥാനപരം, ഫർഇ ശാഖകളായിട്ടുള്ള ശാഖാപരം ആയ മറ്റ് ദീർഘങ്ങൾ. ഉദ്ദേശിക്കപ്പെടുന്നത് യുമദ്ദു അക്സറ മിൻ ഹറകതൈനി, രണ്ട് ഹറക്കത്തിൻ്റെ അളവിനേക്കാൾ കൂടുതലായി ദീർഘിപ്പിക്കപ്പെടുന്ന ദീർഘങ്ങൾ, ഇവയാണ് ഫർഇ എന്നതിൻ്റെ ഗണത്തിൽ വരുന്ന ആ വിഭാഗത്തിൽ വരുന്നത്. ഇതിൽ സബബുഹു ഹംസുൻ, ഹംസ് കാരണമായിട്ടുള്ള ഫർഇയായ ദീർഘങ്ങളാണ് അൽ മുത്തസിൽ, അൽ മുൻഫസിൽ, അസ്സിലത്തുൽ കുബ്ര. ഈ മൂന്ന് ദീർഘങ്ങൾ, ഇവ മൂന്നും ഉണ്ടാകുവാനുള്ള കാരണം ഹംസയാണ്. അതെങ്ങനെ, എവിടെ എന്നതൊക്കെ വിശദമായി നമുക്ക് പറയാം. രണ്ടാമത്തെ വിഭാഗം സബബുഹു സുകൂൻ, ഫർഇയ ദീർഘത്തിൽ തന്നെ വരുന്ന മറ്റൊരു വിഭാഗമാണ് സുകൂൻ കാരണമായിട്ടുണ്ടാകുന്ന ദീർഘങ്ങൾ. അത് അല്ലാസിം, ഒന്ന് ലാസിമായ ദീർഘമാണ്. രണ്ട് അൽ ആരിദു ലിസ്സുകൂൻ, അൽ മദ്ദുൽ ആരിദു ലിസ്സുകൂൻ എന്ന പേരിലുള്ള ദീർഘമാണ്. മൂന്നാമത്തേത് മദ്ദുല്ലീൻ എന്ന ദീർഘമാണ്. ഇവ മൂന്നും ഉണ്ടാകുവാനുള്ള കാരണം സുക്കൂൻ ഉണ്ടാവലാണ്. സുക്കൂൻ നൽകപ്പെട്ട അക്ഷരം അതെവിടെ, എങ്ങനെ എന്നതൊക്കെ വിശദമായി പറയാം. ചുരുക്കി പറഞ്ഞാൽ ഫർഇയായ ദീർഘം ഉണ്ടാകുവാനുള്ള അടിസ്ഥാന കാരണം ഹംസയോ സുക്കൂനോ വരലാണ്. എവിടെ എന്ന് ചോദിച്ചാൽ ദീർഘാക്ഷരങ്ങൾക്ക് ശേഷം എന്ന് പറയാം. വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ബിഇദ്നില്ലാഹി തആല. ബാറക്കല്ലാഹു ഫീക്കും.